ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. Astor Mims, Calicut and Kottakkal. We will treat you. നമസ്കാരം. ജില്ലാ വാർത്തകൾ. പുതിയ കാലത്തെ കൊലയാളി എന്നാണ് വിഷാദരോഗത്തെ വിശേഷിപ്പിക്കുന്നത്. ലോകത്ത് 300 കോടി ജനങ്ങൾ ഇന്ന് വിഷാദരോഗത്തിന്റെ പിടിയിലാണ്. തുറന്നു പറയൂ, വിഷാദമകറ്റൂ എന്ന സന്ദേശമുയർത്തി ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനം. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്കു ശേഷം. അന്യസംസ്ഥാനത്ത് നിന്ന് വരുന്ന പാൽ പരിശോധിക്കാനുള്ള സംവിധാനം കേരളത്തിൽ ഇല്ലെന്നും ഇത് പരിഹരിക്കപ്പെടണമെന്നും വനം മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി കെ രാജു. ദേശീയ പുരസ്കാര നിറവിൽ കോഴിക്കോടിന് അഭിമാനമായി നടി സുരഭി ലക്ഷ്മി. അപ്രതീക്ഷിതമായി ലഭിച്ച പുരസ്കാരത്തിനു പിന്നിൽ സ്നേഹം നിറഞ്ഞ കോഴിക്കോട്ടുകാരാണെന്നും സുരഭി. തുറന്നു പറയൂ, വിഷാദമകറ്റൂ എന്ന സന്ദേശമുയർത്തി ലോകാരോഗ്യ ദിനത്തിൽ നഗരത്തിൽ വിവിധ പരിപാടികൾ. വാർത്തകൾ വിശദമായി. ഒഴിവുകളുള്ള തസ്തികകളിലേക്ക് 10 മാസം പിന്നിട്ടിട്ടും പിണറായി സർക്കാരിന് നിയമനം നടത്താൻ സാധിച്ചിട്ടില്ലെന്നും നിയമന നിരോധനമാണ് കേരളത്തിൽ നടക്കുന്നതെന്നും യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രഫുൽ കൃഷ്ണ. PSC റാങ്ക് ലിസ്റ്റ് കാലാവധി നീട്ടുക, നിലവിലുള്ള ഒഴിവുകൾ നികത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ മുൻനിർത്തി കലക്ടറേറ്റിലേക്ക് യുവമോർച്ച പ്രവർത്തകർ നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. PSC റാങ്ക് ലിസ്റ്റ് കാലാവധി നീട്ടുക, നിലവിലുള്ള ഒഴിവുകൾ നികത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ മുൻനിർത്തിയാണ് യുവമോർച്ച പ്രവർത്തകർ കലക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രഫുൽ കൃഷ്ണ ധർണ ഉദ്ഘാടനം ചെയ്തു. ഒഴിവുകളുള്ള തസ്തികകളിലേക്ക് 10 മാസം പിന്നിട്ടിട്ടും പിണറായി സർക്കാരിന് നിയമനം നടത്താൻ സാധിച്ചിട്ടില്ല. നിയമന നിരോധനമാണ് കേരളത്തിൽ നടക്കുന്നതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. 25 ലക്ഷം ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് പിണറായി വിജയൻ അധികാരത്തിൽ വന്നത്. ഈ നാട്ടിൽ 25 ലക്ഷം ആളുകൾക്ക് തൊഴിൽ കൊടുക്കണമെങ്കിൽ 1 വർഷമാകുമ്പോഴേക്ക് 5 ലക്ഷം ആളുകൾക്ക് തൊഴിൽ കൊടുക്കണം. ഇപ്പോ എത്ര പേർക്ക് തൊഴിൽ കൊടുത്തിട്ടുണ്ട്? ജിഷ്ണുവിന്റെ അമ്മ മഹിജിയോട് പോലീസ് കാണിച്ച ക്രൂരതയിൽ കേരളത്തിലെ പോലീസിനെ മുഖ്യമന്ത്രി കയറൂരി വിട്ടിരിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും മഹിജിക്ക് നീതി ലഭിക്കണമെന്നും ധർണയിൽ ആവശ്യമുയർന്നു. ജില്ലാ പ്രസിഡന്റ് പ്രബീഷ് മാറാട് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ സെക്രട്ടറി ദിബിൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് രാകേഷ്, അനൂപ്, നിവേദ്, റിജിൻ, അനീഷ് തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. ലോക ആരോഗ്യ ദിനത്തിൽ വിഷാദരോഗം തുറന്നു സംസാരിക്കാം, ചികിത്സിക്കാം എന്ന വിഷയത്തിൽ IMA ഹാളിൽ പൊതുജന ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. കളക്ടർ UV ജോസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഈ വർഷത്തെ ലോകാരോഗ്യ ദിനം ലോകാരോഗ്യ സംഘടന വിഷാദരോഗത്തിന്റെ ബോധവൽക്കരണത്തിനായി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ആധുനിക സമൂഹത്തിൽ അനുദിനം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു മാനസിക രോഗമാണ് വിഷാദരോഗം. സമൂഹത്തിൽ 100-ൽ 10 പേർക്കെങ്കിലും വിഷാദരോഗമുള്ളതായി പഠനങ്ങൾ കാണിക്കുന്നു. ലോകത്തിൽ 300 കോടി ജനങ്ങൾ ഇന്ന് വിഷാദരോഗ ബാധിതരാണ്. വിഷാദരോഗം തുറന്ന് സംസാരിക്കാം, ചികിത്സിക്കാം എന്ന വിഷയത്തിൽ കോഴിക്കോട് IMA ഹാളിൽ ലോകാരോഗ്യ ദിനത്തിൽ പൊതുജന ബോധവൽക്കരണ പരിപാടി നടന്നു. IMA കേരള സ്റ്റേറ്റ്, കോഴിക്കോട് ബ്രാഞ്ച്, IMA കമ്മിറ്റി ഫോർ മെന്റൽ ഹെൽത്ത്, തണൽ ആത്മഹത്യാ പ്രതിരോധ കേന്ദ്രം, ഇക്ര ഹോസ്പിറ്റൽ തുടങ്ങിയവർ സംയുക്തമായാണ് പൊതുജന ബോധവൽക്കരണ പരിപാടി ഒരുക്കിയത്. കളക്ടർ UV ജോസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. IMA സ്റ്റേറ്റ് സെക്രട്ടറി ഡോക്ടർ സാമുവൽ കൊശി മുഖ്യപ്രഭാഷണം നടത്തി. തണൽ ഫൗണ്ടേഷൻ ട്രസ്റ്റ് സെക്രട്ടറി ഡോക്ടർ AK അബ്ദുൽ ഖാദർ വിഷയത്തിൽ സംസാരിച്ചു. സഹായം അറിയിക്കുന്നവരുടെ ലക്ഷണങ്ങൾ മനസ്സിലാക്കാനും അത് നൽകാനുള്ള സംവിധാനം ഉണ്ടാവണം. അതാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ആത്മഹത്യ പ്രതിരോധ കേന്ദ്രം. നമുക്ക് വളരെ നിരാശ ഉണ്ടാക്കുന്ന കാര്യം, ഈ ആത്മഹത്യ പ്രതിരോധ കേന്ദ്രത്തിൽ 40ഓളം വളണ്ടിയേഴ്സ് സാക്രിഫൈസ് ചെയ്ത് രാവിലെ വൈകുന്നേരം വരെ ഇരുന്നാലും നമ്പർ ഓഫ് കാൾസ് വേണ്ടത്ര ഇല്ല. IMA സ്റ്റേറ്റ് പ്രസിഡന്റ് ഡോക്ടർ VG പ്രദീപ് കുമാർ, IMA കോഴിക്കോട് ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ PN അജിത, ഡോക്ടർ DM അബൂബക്കർ, അമൃത് കുമാർ, ആനന്ദൻ തുടങ്ങിയവർ സംബന്ധിച്ചു.
തുടർന്ന് വിഷാദരോഗത്തെ അനുബന്ധിച്ചുള്ള വിവിധ വിഷയങ്ങളിൽ ക്ലാസുകളും നടന്നു. അന്യസംസ്ഥാനത്തു നിന്നും കൊണ്ടുവരുന്ന പാൽ പരിശോധിക്കാനുള്ള സംവിധാനം കേരളത്തിലില്ലെന്നും അത് പരിഹരിക്കപ്പെടണമെന്നും വനം മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി കെ രാജു കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റിന്റെയും മലബാർ മേഖല ക്ഷീരോത്പാദക യൂണിറ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മെഗാ കന്നുകുട്ടി മേള ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡിന്റെയും മലബാർ ക്ഷീരോത്പാദക യൂണിറ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് സൌജന്യ കന്നുകൂട്ടി ഇൻഷുറൻസ് കാലിത്തീറ്റ സബ്സിഡി പദ്ധതിക്ക് തുടക്കമായത്. വനം മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി കെ രാജു ഉദ്ഘാടനം നിർവഹിച്ചു. അന്യസംസ്ഥാനത്തു നിന്നും വരുന്ന പാൽ പരിശോധിക്കാനുള്ള സംവിധാനം കേരളത്തിലില്ലെന്ന് അതിന് പുതിയ സംവിധാനങ്ങൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. നമുക്ക് ആവശ്യമായിട്ടുള്ള പാല് നാം തന്നെ ഉൽപ്പാദിപ്പിച്ച് വിഷരഹിതമായിട്ടുള്ള പാല് അല്ലെങ്കിൽ ശുദ്ധമായ പാല് അത് നമ്മുടെ ആളുകൾക്ക് കുടിക്കുന്നതിന് ലഭ്യമാക്കുക എന്നുള്ളത്. ഇന്നിപ്പോ കേരളത്തിലെ 70-75% നമ്മുടെ ആവശ്യത്തിന്റെ 75% മാത്രമാണ് കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. ബാക്കിയുള്ള പാല് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരികയാണ്. നമ്മുടെ ചെക്ക് പോസ്റ്റുകളിൽ യഥാർത്ഥത്തിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് കടന്നുവരുന്ന പാലിന്റെ ഗുണനിലവാരം കൃത്യമായി പരിശോധിക്കുന്നതിനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ വേണ്ടത്ര ഇല്ല എന്നുള്ളത് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രതിനിധികൾ ചടങ്ങിൽ പങ്കെടുത്തു. ദേശീയ പുരസ്കാര നിറവിൽ സലാലയിൽ നിന്നും സന്തോഷം പങ്കുവച്ച് മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ട സുരഭി കോഴിക്കോട്ടുകാരോട് ഏറെ നന്ദിയുണ്ടെന്നും സുരഭി ലക്ഷ്മി പറഞ്ഞു. ഞാനിപ്പോൾ സലാലയിൽ ഞങ്ങളെ MIT മൂസന്റെ ഒരു പ്രോഗ്രാമിന് വേണ്ടി തണൽ സലാല അത് സംഘടിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമിന് വേണ്ടി ഞാനും വിനോദേട്ടനും കൂടി ഇവിടെ വന്നപ്പോഴാണ് ഇപ്പോൾ ഇങ്ങനൊരു അവാർഡ് കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞത്. ഞാൻ നാട്ടിലില്ല, കോഴിക്കോടില്ല. അപ്പം ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു അവാർഡായിപ്പോയി ഇത്. കാരണം ആഗ്രഹിച്ചിരുന്നു, പക്ഷെ കിട്ടുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. നാഷണൽ അവാർഡും അല്ല ഞാൻ വിചാരിച്ചത്. ഇവിടെ കിട്ടിയ, സംസ്ഥാനത്ത് കിട്ടിയ ഒരു ജൂറി പരാമർശമെങ്കിലും എന്തെങ്കിലും ഒന്ന് അവർ കനിയണേ എന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് വഴിപാടൊക്കെ നേർന്നുണ്ടായിരുന്നു. പക്ഷെ അത് അവാർഡ് രൂപത്തിൽ വന്നതിൽ വളരെ സന്തോഷം. അപ്പം ഇപ്പം നാട്ടിലില്ലാത്തതുകൊണ്ട് നിങ്ങളെ അവിടെ നേരിട്ട് കാണാനോ ഉള്ള ഒരു ഇൻ്റർവ്യൂവിനോ ഉള്ള സാഹചര്യമില്ല. മറ്റന്നാൾ രാവിലെ ഞങ്ങൾ 5 മണിയാകുമ്പോഴത്തേക്കും കോഴിക്കോട് എയർപോർട്ടിൽ എത്തും. പിന്നെ അതുവരെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ എത്തി ഈ ഒരു സ്ഥലമല്ല, നല്ല ഭാഗ്യമുള്ള സ്ഥലമാട്ടോ. എല്ലാവരും ഇങ്ങോട്ട് വരണം. ഇന്ന് എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു ദിവസമാണ്. മിന്നാമിനുങ്ങ് ദ ഫയർഫ്ലൈ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയിലെ ഒരു മിന്നാമിനുങ്ങ് പോലുള്ള ഒരു സിനിമയാണ് ഇന്ത്യയിലെ മുഴുവൻ സിനിമകളോടും മത്സരിച്ചിട്ട് ഇങ്ങനൊരു അവാർഡ് കിട്ടിയത്. അത് ഞങ്ങളുടെ മുഴുവൻ ടീമിനും, മിന്നാമിനുങ്ങിൻ്റെ മുഴുവൻ ടീമിനും കിട്ടുന്ന ഒരു അവാർഡാണ്. അപ്പം എന്നെ സ്നേഹിച്ചിട്ടുള്ള പാത്തൂനെയും എന്നെയൊക്കെ എന്നെ സ്നേഹിച്ചെൻ്റെ കോഴിക്കോട്ടുകാരെയും നിങ്ങളോടുള്ള നന്ദി. താങ്ക്സ്. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ലോകാരോഗ്യ ദിനത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികളും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. IMA സ്റ്റേറ്റ് പ്രസിഡന്റ് ഡോക്ടർ VG പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. ലോകത്ത് വിഷാദരോഗം വർദ്ധിച്ചു വരുന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ആത്മഹത്യാ നിരക്ക് കൂടുന്നതിനും വിഷാദരോഗം ഒരു കാരണമാണ്. അതിനാലാണ് ലോകാരോഗ്യ ദിനത്തിൽ ലോകാരോഗ്യ സംഘടന ഇത്തവണ വിഷാദരോഗം പ്രധാന വിഷയമായി പ്രഖ്യാപിച്ചത്. ഇതിന്റെ ഭാഗമായി കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ലോകാരോഗ്യ ദിന പരിപാടിയും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ഇത് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു വിഷയമാണ്. പ്രത്യേകിച്ച് ഈ ഡിപ്രഷൻ്റെ, വിഷാദരോഗത്തിൻ്റെ എണ്ണം, അളവ് ലോകമെമ്പാടും വളരെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണിതുള്ളത്. ഇത് ജനങ്ങളിലേക്ക് എങ്ങനെ വിഷാദരോഗത്തെക്കുറിച്ചുള്ള അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിവിലേക്ക് പെടുത്താനും എങ്ങനെ അതിനെ ചികിത്സിക്കാമെന്നും എങ്ങനെ ഇതിനെ ഉപരോധിക്കാമെന്നും എന്നുള്ള കാര്യങ്ങളാണ് ഇന്നിവിടെ സംസാരിച്ചിട്ടുള്ളത്. ബേബി മെമ്മോറിയൽ ചെയർമാൻ ഡോക്ടർ KG അലക്സാണ്ടർ അധ്യക്ഷത വഹിച്ച പരിപാടി IMA സ്റ്റേറ്റ് പ്രസിഡന്റ് ഡോക്ടർ VG പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. സീനിയർ ക്ലിനിക്കൽ സൈക്കാട്രിസ്റ്റ് ഡോക്ടർ രാജ് മോഹൻ വിഷാദരോഗത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസ് നൽകി. ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ മാനസിക വിഷാദരോഗികൾ ഉള്ളതെന്ന് പറഞ്ഞു. സത്യമാണ്. 5.6 കോടിയാണ് ഇന്ത്യയിലുള്ള വിഷാദരോഗികളുടെ കണക്ക്. അത് റിപ്പോർട്ടഡ് ആയിട്ടുള്ള കണക്കാണ്. ഡിപ്രഷന് നമ്മൾ എപ്പോഴും പറയും for one identified patient there is 4 who are not identified. അറിയപ്പെടാതെ 4 പേഷ്യന്റ് ഉണ്ട്, അവർ വരാറില്ല. വിഷാദരോഗം എന്ന വിഷയത്തിൽ നഴ്സിംഗ് വിദ്യാർത്ഥികൾക്കായി നടത്തിയ കാർട്ടൂൺ മത്സര വിജയികൾക്കുള്ള സമ്മാനദാനവും നടന്നു.
Second place, J.T. Sukumar, Maintenance Department. First place, Harsh. ഗ്രേസി മത്തായി, ഡോക്ടർ സഹസ്രനാം എന്നിവർ സംബന്ധിച്ചു. വാർത്തകളിൽ ഒരിടവേള. 1 കോടി രൂപയുടെ സമ്മാനങ്ങളുമായി വിഷു ഈസ്റ്റർ മെഗാ ഫെസ്റ്റിവൽ ഓഫർ. ബമ്പർ സമ്മാനം റിനോൾട്ട് ക്വിഡ് കാർ. കൂടാതെ 24 ഭാഗ്യശാലികൾക്ക് 2 വീലർ സമ്മാനം. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ കിഴിവ്. എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കുമൊപ്പം ഗോൾഡ് കോയിൻ സൗജന്യം. നിരവധി ആനുകൂല്യങ്ങളുമായി അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം. ബിഗ്ഗസ്റ്റ് എക്സ്ചേഞ്ച് ഓഫറിലൂടെ പുതിയ 916 ആഭരണങ്ങൾ സ്വന്തമാക്കൂ. BIS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. വാനിൽ വർണ്ണക്കുടകൾ നീർത്തി ആഘോഷരാവിന് വിസ്മയാനുഭൂതികൾ സമ്മാനിച്ച് പുതുവർഷത്തെ വരവേൽക്കാൻ INS വേൾഡ് നിങ്ങളോടൊപ്പം. ഡിജിറ്റൽ പടക്കങ്ങളുടെ അത്ഭുത ലോകത്തേക്ക് നിങ്ങളെ സ്വീകരിക്കുന്നു. INS വേൾഡ്, കോയ റോഡ് ജംഗ്ഷൻ, കോഴിക്കോട്. വിഷു ആഘോഷത്തിന് വർണ്ണവിസ്മയങ്ങളും ശബ്ദഘോഷങ്ങളും ഒരുക്കാൻ ഡിജിറ്റൽ പടക്കങ്ങളുടെ വൻ ശേഖരം കാഴ്ചവെക്കുന്നു. INS വേൾഡ്. 1000 ഗാർലൻഡ് 265 രൂപയ്ക്ക് ലഭിക്കുന്നു. 56 ജയന്റ് ക്രാക്കേഴ്സ് 390 രൂപയ്ക്കും ലഭിക്കുന്നു. പടക്കങ്ങളുടെ അത്ഭുത ലോകത്തേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു. INS വേൾഡ്. അനുകരണങ്ങളിൽ വഞ്ചിതരാവാതിരിക്കാൻ ശ്രദ്ധിക്കൂ. INS വേൾഡ് കോയ റോഡ് ജംഗ്ഷനിൽ മാത്രം, മറ്റു ബ്രാഞ്ചുകളില്ല. INS വേൾഡ്, കോയ റോഡ് ജംഗ്ഷൻ, കോഴിക്കോട്. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി കോഴിക്കോട് സിറ്റി കമ്മിറ്റി സംഘടിപ്പിക്കുന്നു സാംസങ് ഗാലക്സി വ്യാപാരോത്സവം 2017 ഏപ്രിൽ 1 മുതൽ 20 വരെ വ്യാപാരി ട്രേഡ് സെന്റർ ഗ്രൗണ്ടിൽ. സെൽഫോൺ, ഹോം അപ്ലയൻസ്, ഓട്ടോമൊബൈൽസ്, കമ്പ്യൂട്ടർ, സെറാമിക്, ക്രോക്കറി, ഹാൻഡിക്രാഫ്റ്റ്, ഹാൻഡ്ലൂം, ടെക്സ്റ്റൈൽസ്, റെഡിമെയ്ഡ്സ്, സ്പോർട്സ് ഗുഡ്സ്, ഹെർബൽ പ്രൊഡക്റ്റ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളുമായി വിപുലമായ സ്റ്റാളുകൾ. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി കോഴിക്കോട് സിറ്റി കമ്മിറ്റി സംഘടിപ്പിക്കുന്നു സാംസങ് ഗാലക്സി വ്യാപാരോത്സവം 2017 എ കൺസ്യൂമർ ഷോപ്പിംഗ് എക്സ്പോ. കോഴിക്കോട് ടൗൺ ഹാൾ റോഡ്, വ്യാപാരി ട്രേഡ് സെന്റർ ഗ്രൗണ്ടിൽ ഏപ്രിൽ 1 മുതൽ 20 വരെ. വാർത്തകൾ തുടരുന്നു. മലബാറിന്റെ സമഗ്ര വികസനത്തിനായി തിരുവമ്പാടി വിമാനത്താവളം യാഥാർത്ഥ്യമാക്കണമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ. ഇതിനായി തിരുവമ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് PT അഗസ്റ്റിൻ ചെയർമാനായി കമ്പനി രൂപീകരിച്ച് അപേക്ഷ നൽകിയതായും MDC ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മലബാറിന്റെ പ്രത്യേകിച്ച് മലയോര മേഖലയുടെ സമഗ്ര വികസനത്തിനും വർദ്ധിച്ചുവരുന്ന വ്യോമഗതാഗത യാത്രാ സൌകര്യത്തിനും കണ്ണൂർ വിമാനത്താവളത്തിനു പുറമെ ആരെയും കുടിയൊഴിപ്പിക്കാതെ ആവശ്യത്തിലധികം സ്ഥലലഭ്യതയുള്ള തിരുവമ്പാടിയിൽ പുതിയ അന്താരാഷ്ട്ര ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിന് മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ സമീപിച്ചത്. 2/11/2016 കേരള സർക്കാരും മലബാർ ഡെവലപ്മെന്റ് കൌൺസിലും സംയുക്തമായി തിരുവമ്പാടി അന്താരാഷ്ട്ര ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിന് അപേക്ഷ സമർപ്പിക്കാൻ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ നിർദ്ദേശിച്ച് കത്ത് അയച്ചത്. അതനുസരിച്ച് മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ അപേക്ഷ സമർപ്പിച്ചു. യാത്രക്കാർക്കും കയറ്റുമതിക്കാർക്കും ടൂറിസ്റ്റിനുമെല്ലാം ഈ തിരുവമ്പാടി എയർപോർട്ടിൽ ഏറെ സാധ്യതയുണ്ട്. തിരുവമ്പാടി വിമാനത്താവള നിർമ്മാണത്തിന് തിരുവമ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് PT അഗസ്റ്റിൻ ചെയർമാനും മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ പ്രസിഡന്റ് ഷെവലിയർ CE ചാക്കുണ്ണി ചീഫ് കോർഡിനേറ്ററും KN ചന്ദ്രൻ ജനറൽ കൺവീനറുമായി കമ്പനി രൂപീകരിച്ച് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം നടത്തിവരുന്നതായും MDC ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ലോകാരോഗ്യ ദിനത്തിൽ വ്യത്യസ്തമാർന്ന ബോധവൽക്കരണ പരിപാടികളാണ് നടന്നത്. മുഫീസൽ ബസ് സ്റ്റാൻഡിൽ നടന്ന പരിപാടികളുടെ ഉദ്ഘാടന കർമ്മം പ്രമുഖ മാനസികരോഗ വിദഗ്ധൻ ഡോക്ടർ S ശാന്തകുമാർ നിർവഹിച്ചു. ലോകാരോഗ്യ ദിനത്തിന്റെ ഭാഗമായി വ്യത്യസ്ത പരിപാടികളാണ് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്നത്. ലോകാരോഗ്യ സംഘടന ഈ വർഷം ലോകാരോഗ്യ ദിനം വിഷാദരോഗത്തിന്റെ ബോധവൽക്കരണത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. വിഷാദരോഗത്തിന്റെ ബോധവൽക്കരണം ഉയർത്തിപ്പിടിച്ച് തെരുവ് നാടകം, ഫ്ലാഷ് മോബ്, പോസ്റ്റർ പ്രകാശനം എന്നിവ ഇഴചേർത്ത് വ്യത്യസ്തമായ പരിപാടി മുഫീസൽ ബസ് സ്റ്റാൻഡിലാണ് നടത്തിയത്. പരിപാടി പ്രമുഖ മാനസികരോഗ വിദഗ്ധനായിരുന്ന ഡോക്ടർ S ശാന്തകുമാർ ഉദ്ഘാടനം ചെയ്തു. മാനസിക രോഗ ചികിത്സാ രംഗത്തുള്ള ഭ്രാന്തന്മാരുടെ ചികിത്സയ്ക്കുപരിയായി മനസ്സിന്റെ വളർച്ചയ്ക്കും മനസ്സിന്റെ ആരോഗ്യത്തിനും മനസ്സിന്റെ ഉത്കർഷത്തിനും ഇടയാക്കുന്ന മാനസിക രോഗ പഠനം വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമായിട്ടാണ് അന്ന് ഞാൻ ദർശിച്ചത്. ഇന്നും അത് എന്റെ മനസ്സിൽ ഗൂഢമൂലമായി തന്നെ നിലകൊള്ളുകയാണ്.
ആശുപത്രിയിൽ ട്രെയിനിങ്ങിനെത്തിയ 5 നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികളാണ് തെരുവ് നാടകവും ഫ്ലാഷ് മോബും അവതരിപ്പിച്ചത്. വിദ്യാർത്ഥികൾ ഒരുക്കിയ പോസ്റ്ററുകൾ സന്ദേശം പകരുന്ന തരത്തിൽ തന്നെ ഏറെ ശ്രദ്ധേയമായി. സൂപ്രണ്ട് ഡോക്ടർ എൻ രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഴ്സിംഗ് സൂപ്രണ്ട് ലൈസ എ ചാക്കോ, ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ ബഷീർ, ശ്രീപ്രിയ തുടങ്ങിയവർ സംബന്ധിച്ചു. ബേപ്പൂർ തുറമുഖത്തിന് ഉണർവേകി ചരക്കുകപ്പലെത്തി. 1800 ടൺ സോഡാകാരവുമായി ഹെർമീസ് എന്ന കപ്പൽ വ്യാഴാഴ്ച രാവിലെ വാർഫിലടുത്തത്. ഗുജറാത്തിലെ പോർബന്ദറിൽ നിന്നാണ് ചരക്കുകപ്പൽ എത്തിയിരിക്കുന്നത്. ബേപ്പൂർ തുറമുഖത്തിന് പുത്തൻ ഉണർവേകി ചരക്കുകപ്പലെത്തി. 1800 ടൺ സോഡക്കാരവുമായി ഹെർമിസ് എന്ന കപ്പൽ വ്യാഴാഴ്ച രാവിലെയാണ് വാർഫിലടുത്തത്. പോർട്ട് ഓഫീസറുടെ നേതൃത്വത്തിൽ തുറമുഖ ജീവനക്കാർ കപ്പലിനെ സ്വീകരിച്ചു. ഗുജറാത്തിലെ പോർബന്ദറിൽ നിന്നാണ് ചരക്കുമായി കപ്പലെത്തിയത്. 2 ദിവസം കൊണ്ട് ചരക്കിറക്കി തീർക്കാനാണ് ആലോചിക്കുന്നത്. ഹർത്താലായതിനാൽ ചരക്കു നീക്കം നടന്നില്ല. എങ്കിലും ഓവർ ടൈം എടുത്തെങ്കിലും നിശ്ചിത സമയത്തിനകം ചരക്കിറക്കാനുള്ള ഉത്സാഹത്തിലാണ് തൊഴിലാളികൾ. 7 മാസത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഇതുപോലെയുള്ള കപ്പൽ വീണ്ടും എത്തുന്നത്. GM ട്രേഡേഴ്സ് എന്ന കമ്പനി ഹിന്ദുസ്ഥാൻ ലിവറിനു വേണ്ടിയാണ് സോഡക്കാരം കയറ്റിയ ഈ കപ്പൽ ബേപ്പൂർ തുറമുഖത്ത് എത്തിച്ചത്. കണ്ടെയ്നർ ഷിപ്പ് എത്തിയാൽ മാത്രമേ തുറമുഖത്തിന്റെ വികസനം സാധ്യമാവുകയുള്ളൂ. അതിനാദ്യം വേണ്ടത് വലിയ കപ്പലിൽ നിന്ന് ചരക്കിറക്കാൻ സാധ്യമാകുന്ന കണ്ടെയ്നർ ക്രെയിൻ സ്ഥാപിക്കലാണ്. ഏറെ മുറവിളികൾക്ക് ശേഷം കഴിഞ്ഞ വർഷം 17 കോടി രൂപ ചെലവ് ചെയ്ത് ജർമ്മനിയിൽ നിന്നും കൊച്ചി വഴി ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ച കൂറ്റൻ കണ്ടെയ്നർ ക്രെയിൻ ഉപയോഗമില്ലാതെ കിടക്കുകയാണ്. അന്ന് കൊടും ചൂടിൽ യുദ്ധകാലാടിസ്ഥാനത്തിലാണ് ജർമ്മൻ എഞ്ചിനീയർമാരുടെ മേൽനോട്ടത്തിൽ ഇത് സ്ഥാപിച്ചത്. ചരക്കു നീക്കത്തിന് ഇത് ഉപയോഗിക്കാത്തത് കാരണം സർക്കാരിന് വലിയ നഷ്ടമാണ് സംഭവിക്കുന്നത്. ഈ മാസം 11-ന് കണ്ടെയ്നർ ഷിപ്പ് ബേപ്പൂർ തുറമുഖത്തെത്തുമെന്ന് പോർട്ട് ഓഫീസർ ക്യാപ്റ്റൻ അശ്വിൻ പ്രതാപ് അറിയിച്ചു. ഇതിനു മുന്നോടിയായി പുതിയ വാർഫിൽ ആഴം കൂട്ടാനുള്ള ഡ്രഡ്ജിംഗ് സർവേ വെള്ളിയാഴ്ച തീരും. അടുത്ത ദിവസം തന്നെ അടിയന്തരമായി മണ്ണ് നീക്കം ചെയ്ത് ആഴം വർദ്ധിപ്പിച്ച് കണ്ടെയ്നർ ഷിപ്പ് സുഗമമായി വാർഫിൽ അടുക്കാനുള്ള നിലയിലാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. കോഴിക്കോട് സർവോദയ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ഖാദി വിഷു മേളയ്ക്ക് മിഠായിത്തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ തുടക്കമായി. മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ മേള ഉദ്ഘാടനം ചെയ്തു. ഖാദി തുണിത്തരങ്ങൾക്ക് 30% വരെയാണ് വിലക്കിഴിവ് നൽകുന്നത്. വിഷുവിനോടനുബന്ധിച്ച് കോഴിക്കോട് സർവോദയ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ഖാദി ഉൽപ്പന്നങ്ങൾക്ക് വൻ വിലക്കിഴിവുമായാണ് ഖാദി വിഷുമേളയ്ക്ക് മിഠായിത്തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ തുടക്കമായത്. ഖാദി തുണിത്തരങ്ങൾക്ക് 30% വരെ വിലക്കിഴിവും ഫർണിച്ചർ ഉപകരണങ്ങൾക്ക് 10% കിഴിവും ഉറപ്പുവരുത്തുന്നു. മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ മേളയുടെ ഔദ്യോഗിക ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. സംസ്ഥാന ഗവൺമെന്റും 10% കേന്ദ്രവും നൽകിക്കൊണ്ടാണ് ഈ പ്രാവശ്യത്തെ വിഷു നമുക്ക് വിപുലമായിട്ട് ആചരിക്കാനുള്ള സൗകര്യങ്ങളിലൂടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ച് പറയുമ്പോൾ ഗാന്ധിജി, വിനോബാജി ഇവരൊക്കെ തുടങ്ങിയിട്ടുള്ള ഖാദി പ്രസ്ഥാനം, സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ തന്നെ നമുക്ക് വേണ്ടുന്ന തുണിത്തരങ്ങൾ ഉൽപ്പാദിപ്പിക്കാനുള്ള വലിയൊരു ഉദ്ദേശത്തോടു കൂടി ആരംഭിച്ചിട്ടുള്ളതാണ്. ഒരു കാലഘട്ടത്തിൽ മുഴുവൻ നമുക്കറിയാം, ഇത് വലിയ തോതിൽ ഇന്ത്യയിലെ നിരവധി പേർക്ക് തൊഴിൽ നൽകാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി തീർക്കുന്നുള്ളത് വാസ്തവമാണ്. സർവോദയ സംഘം വൈസ് പ്രസിഡന്റ് PV വിശ്വൻ അധ്യക്ഷനായിരുന്നു. TBS MD NE ബാലകൃഷ്ണമാരാർ, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സ്റ്റേറ്റ് സെക്രട്ടറി ഡോക്ടർ മിലി മണി, സർവോദയ സംഘം സെക്രട്ടറി M പരമേശ്വരൻ, ഖാദി ഗ്രാമോദ്योग മാനേജർ MK ശ്യാംപ്രസാദ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. തളി മഹാക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവാഘോഷം ഏപ്രിൽ 13 മുതൽ 20 വരെയും ദ്രവ്യകലശം ശനിയാഴ്ച മുതൽ 13 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഏപ്രിൽ 9 വൈകിട്ട് 5 സാംസ്കാരിക സമ്മേളനം ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. തളി മഹാക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവാഘോഷം ഏപ്രിൽ 13 മുതൽ 20 വരെയും ദ്രവ്യകലശം ശനിയാഴ്ച മുതൽ 13 വരെയും നടക്കുമെന്ന് ഉത്സവ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഏപ്രിൽ 8 ശുദ്ധിക്രിയകളോടെ ചടങ്ങുകൾക്ക് തുടക്കമാകും. ഏപ്രിൽ 9 വൈകിട്ട് 5 സാംസ്കാരിക സമ്മേളനം ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായരെ ആദരിക്കും. മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ, MK രാഘവൻ MP തുടങ്ങിയവർ സംബന്ധിക്കും. 13 ഉച്ചയ്ക്ക് കലശാദി ക്രിയകൾ സമാപിക്കുന്നതോടെ ഉത്സവാദി ക്രിയകൾ ആരംഭിക്കും. 20 ആറാട്ടോടുകൂടി ഉത്സവം സമാപിക്കും. ക്ഷേത്ര പരിപാടികളും കലാപരിപാടികളും ഉത്സവ ദിവസങ്ങളിൽ അരങ്ങേറും. വൈകിട്ട് 7 മണിക്കുള്ള പരിപാടികൾ പുറത്തെ സ്റ്റേജിലായിരിക്കും നടക്കുക. കഥകളി നൃത്താചാര്യൻ ശ്രീ ചേമഞ്ചേരി
കുഞ്ഞിരാമൻ നായർക്ക് സാമൂഹ്യ രാജാവ് പുരസ്കാരം നൽകുന്ന ചടങ്ങാണ്. ഇതിൽ നമ്മുടെ ദേവസ്വം മന്ത്രി പങ്കെടുക്കുന്നുണ്ട്. നമ്മൾ ക്ഷേത്രാചാരങ്ങൾക്കാണ് കൂടുതൽ വില കൊടുക്കുന്നത്, അല്ലെങ്കിൽ പ്രാധാന്യം കൽപ്പിക്കുന്നത്. കാരണം ക്ഷേത്രാചാരങ്ങൾ നമ്മൾ ക്ഷേത്രത്തിനുള്ളിൽ നടക്കുന്ന പൂജാതി കർമ്മങ്ങൾക്ക് പുറമെ. വാർത്താ സമ്മേളനത്തിൽ ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് TR രാമവർമ്മ, കൃഷ്ണൻ ഉണ്ണിരാജ, VM ചന്ദ്രദാസ്, PM ഉണ്ണികൃഷ്ണൻ, N ഉദയകുമാർ, പ്രകാശൻ തുടങ്ങിയവർ പങ്കെടുത്തു. വാർത്തകളിൽ മറ്റൊരിടവേള കൂടി. 1 കോടി രൂപയുടെ സമ്മാനങ്ങളുമായി വിഷു ഈസ്റ്റർ മെഗാ ഫെസ്റ്റിവൽ ഓഫർ. ബമ്പർ സമ്മാനം റിനോൾട്ട് ഗുഡ് കാർ. കൂടാതെ 24 ഭാഗ്യശാലികൾക്ക് 2 വീലർ സമ്മാനം. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ കിഴിവ്. എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കുമൊപ്പം ഗോൾഡ് കോയിൻ സൗജന്യം. നിരവധി ആനുകൂല്യങ്ങളുമായി അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം. ബിഗ്ഗസ്റ്റ് എക്സ്ചേഞ്ച് ഓഫറിലൂടെ പുതിയ 916 ആഭരണങ്ങൾ സ്വന്തമാക്കൂ. BIS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. Oh my god, അര കിലോ കൂടി. ഹെവി വെയിറ്റോ? എനിക്കോ? ഉഫ്, എത്ര കാലായി ലൈറ്റ് ഫുഡല്ലേ ഞാൻ കഴിക്കാം. Oh wow, thank god നമുക്ക് ഒരേ ടേസ്റ്റ് ആയത്. അച്ഛാ, നിനക്ക് എല്ലാം ഫെദർ ലൈറ്റ് അല്ലേ വേണ്ടേ? Super Featherlight Wedding Silk Collections for the Young India from Kalyan Silks. സ്വർണത്തിന്റെ വിലക്കുറവ് പ്രയോജനപ്പെടുത്താൻ ഇപ്പോൾ മികച്ച അവസരം. വിലയുടെ 10% മുതൽ നൽകി വിവാഹ സ്വർണം മുൻകൂർ ബുക്ക് ചെയ്യൂ. സ്വർണ്ണവില കൂടിയാൽ ബുക്ക് ചെയ്ത വിലയ്ക്കും കുറഞ്ഞാൽ കുറഞ്ഞ വിലയ്ക്കും ആഭരണങ്ങൾ സ്വന്തമാക്കൂ. കൂടാതെ പണിക്കൂലിയിൽ 25% മുതൽ 40% വരെ ഇളവും. ഈ സവിശേഷ ആനുകൂല്യം മാർച്ച് 31 വരെ മാത്രം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. ജില്ലാ PSC ഓഫീസിലേക്കുള്ള പുതിയ ലിഫ്റ്റിന്റെ ഉദ്ഘാടന കർമ്മം നടന്നു. PSC ഓഫീസിലെത്തുന്ന അംഗപരിമിതരായവർക്ക് ആശ്വാസം പകരുക എന്ന ലക്ഷ്യമുയർത്തിയാണ് ലിഫ്റ്റ് പോലുള്ള സംവിധാനങ്ങൾ സജ്ജമാക്കിയിട്ടുള്ളത്. ലിഫ്റ്റിന്റെ ഉദ്ഘാടന കർമ്മം PSC ചെയർമാൻ MK സക്കീർ നിർവഹിച്ചു. PSC ജോയിന്റ് സെക്രട്ടറി KP തങ്കമണി, കോഴിക്കോട് മേഖലാ ഓഫീസർ N രാധാകൃഷ്ണൻ, PSC ജില്ലാ ഓഫീസർ T രാജൻ തുടങ്ങിയവർ സംബന്ധിച്ചു. സെയ്ദു അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ സ്മാരക പ്രഥമ അവാർഡുകൾ പ്രഖ്യാപിച്ചു. DMRC മുഖ്യ ഉപദേഷ്ടാവ് E ശ്രീധരനും MA സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂറുമാണ് അവാർഡിന് അർഹരായത്. ബാഫക്കി തങ്ങളുടെ അനുസ്മരണ സമ്മേളന ചടങ്ങിലാണ് അവാർഡുകൾ വിതരണം ചെയ്യുക. സെയ്ദ് അബ്ദുറഹ്മാൻ ബാക്കഫി തങ്ങൾ സ്മാരക പ്രഥമ അവാർഡുകൾ പ്രഖ്യാപിച്ചു. DMRC മുഖ്യ ഉപദേഷ്ടാവ് E ശ്രീധരനും MA സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂറിനുമാണ് അവാർഡുകൾ. പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ്. ബാക്കഫി തങ്ങൾ 44ാമത് അനുസ്മരണ സമ്മേളന ചടങ്ങിലാണ് അവാർഡുകൾ വിതരണം ചെയ്യുക. കൊയിലാണ്ടിയിൽ വെച്ച് നടക്കുന്ന ചടങ്ങ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ പത്മശ്രീ ജേതാവ് ശ്രീ ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായരെ ആദരിക്കും. ഏപ്രിൽ അവസാന വാരത്തിലാണ് ചടങ്ങ് നടക്കുക എന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 13ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി 2018 വാർഷിക പദ്ധതി രൂപീകരണ ജില്ലാതല ശില്പശാല സംഘടിപ്പിച്ചു. മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. 13ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി 2018 വാർഷിക പദ്ധതി രൂപീകരണവും മുൻഗണന നിശ്ചയിക്കലിന്റെ ജില്ലാതല ശില്പശാലയും സംഘടിപ്പിച്ചു. നഗരത്തിലെ മാലിന്യ സംസ്കരണവും ശുചീകരണവുമായിരുന്നു പ്രധാന വിഷയമായി ശില്പശാലയിൽ ചർച്ച ചെയ്തത്. എല്ലാ പഞ്ചായത്തുകളിലും പുതിയ വികസന പദ്ധതികൾ നടപ്പിലാക്കാനുള്ള മാർഗരേഖകളെക്കുറിച്ചും ചർച്ച നടന്നു. മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ നഗരങ്ങളും ഗ്രാമങ്ങളും തിരിച്ചറിയാത്ത വിധം വികസനത്തിന്റെ പാതയിലാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. ഏറ്റവും വിഷമം അനുഭവിക്കുന്നത് മാലിന്യ നിർമ്മാർജ്ജനം തന്നെയാണ്. എല്ലാവരെ സംബന്ധിച്ചിടത്തോളം ഇതിൽ പ്രയാസമുണ്ട്. നിരവധി പദ്ധതികൾ ഉണ്ട്. പ്രോജക്റ്റുകൾ ഇപ്പോൾ കോർപ്പറേഷൻ്റെ കയ്യിൽ തന്നെ ഞങ്ങളുടെ അടുത്ത് നിരവധി കമ്പനികൾ പല നിർദ്ദേശങ്ങളും തന്നിട്ടുണ്ട്. അത് ശരിക്കും ബോധ്യപ്പെടാത്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് പലതും അംഗീകരിക്കാൻ കഴിയാത്തത്. കാരണം ഇത് പലതും ചെയ്ത് ഞങ്ങൾ കുടുങ്ങിപ്പോയതാണ്. പലപ്പോഴും കുറച്ച് കഴിയുമ്പം അത് നിന്നുപോകും, അതിന് പ്രയാസങ്ങൾ വരും. അപ്പം എങ്ങനെ അതാക്കണം എന്നില്ല, കമ്പനി ഇട്ടേച്ചും പോകും. ഒരു 4-5 കൊല്ലത്തേക്ക് ഒരു BOT എടുക്കും. പിന്നെ 4-5 കൊല്ലം കഴിഞ്ഞ് അവർ പോയാൽ പിന്നെ അത് നിന്നു പോകുന്ന ഒരവസ്ഥയുണ്ട്. അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായ സ്ഥായിയായിട്ടുള്ള നമുക്കെന്നും
ഇത് ഒരിക്കലും മാറ്റം വരുത്താൻ വേണ്ടി കഴിയാത്തൊരു സംഗതിയല്ലേ. അതെങ്ങനെ പരിഹരിക്കാൻ പറ്റും? ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി, ജില്ലാ കലക്ടർ UV ജോസ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, മറ്റു പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. അത് നമ്മുടെ ജില്ലയിൽ കുറച്ച് തദ്ദേശ സ്ഥാപനങ്ങൾ മാത്രമേ HEFന്റെ 4ാമത് സമ്മേളനം ഏപ്രിൽ 22, 23 തീയതികളിൽ കോഴിക്കോട് കടവ് റിസോർട്ടിൽ നടക്കും. നാഷണൽ ബിസിനസ് കോൺക്ലേവ് 2017 എന്ന പേരിൽ നടക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം കേന്ദ്ര വ്യവസായ വാണിജ്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാറാം നിർവഹിക്കും. HEFന്റെ 4ാമത് സമ്മേളനം ഏപ്രിൽ 22, 23 തീയതികളിൽ കോഴിക്കോട് കടവ് റിസോർട്ടിൽ വെച്ച് നടക്കും. നാഷണൽ ബിസിനസ് കോൺക്ലേവ് 2017 എന്ന പേരിൽ നടക്കുന്ന പരിപാടി കേന്ദ്ര വാണിജ്യ വ്യവസായ വകുപ്പ് മന്ത്രി നിർമ്മല സീതാറാം ഉദ്ഘാടനം ചെയ്യും. സംഘടനയുടെ നിലവിലുള്ള അംഗങ്ങളും നവസംരംഭകരുമായി 3000-ഓളം പ്രതിനിധികൾ പങ്കെടുക്കുന്ന ഈ സമ്മേളനത്തിൽ 60ഓളം സ്റ്റാളുകളിലായി ഇന്ത്യയിലെ പ്രമുഖ ബിസിനസ്സുകാർ അവരുടെ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുകയും ബിസിനസ് ഓർഡറുകൾ സ്വീകരിക്കുകയും കേരളത്തിൽ അവരുടെ ഏജൻസികളും ഫ്രാഞ്ചൈസികളും നൽകുന്നതിനായി കരാറുകളിൽ ഏർപ്പെടുകയും ചെയ്യുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയാണ് ചാപ്റ്ററുകളായിട്ട് വരുന്നത്. ശരാശരി ചാപ്റ്ററിൽ 100-അടുത്തുള്ള ഒരു 50-അടുത്തുള്ള അംഗങ്ങളാണുള്ളത്. 4ാമത്തെ സംസ്ഥാന സമ്മേളനം കോഴിക്കോട് കടവ് റിസോർട്ടിൽ വെച്ച് 4th നാഷണൽ ബിസിനസ് കോൺക്ലേവ് എന്ന പേരിലാണ് നടത്തപ്പെടുന്നത്. വിപണന മേളകളിൽ നിന്നും വ്യത്യസ്തമായി ഒലിവ് പബ്ലിക്കേഷൻസ് കോഴിക്കോട്ട് കാർണിവൽ നടത്താനൊരുങ്ങുകയാണ്. ഏപ്രിൽ 8 മുതൽ 23 വരെ സരോവരത്ത് നടക്കുന്ന ഒലിവ് ബിബ്ലിയോ 2017 കാർണിവൽ നടൻ മധു ഉദ്ഘാടനം ചെയ്യും. കഴിഞ്ഞ 18 വർഷമായി നിലകൊള്ളുന്ന ഒലിവ് പബ്ലിക്കേഷൻസ് സ്ഥിരം വിപണന മേളകളിൽ നിന്നും വ്യത്യസ്തമായി ഒരു കാർണിവൽ ഒരുക്കുകയാണ്. കലാ, സാംസ്കാരിക, രാഷ്ട്രീയ, വ്യാപാര മേഖലയിലെ പ്രമുഖരെ ഒരു കുടക്കീഴിൽ അണിനിരത്തിക്കൊണ്ട് മലബാറിന്റെ കൾച്ചറൽ ഫെസ്റ്റിവൽ ആക്കി മാറ്റുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് 2015 ഒലിവ് ബിബ്ലിയോയ്ക്ക് തുടക്കം കുറിച്ചത്. 2ാമത് മലബാർ കാർണിവൽ ഏപ്രിൽ 8 ആരംഭിക്കും. കലാ, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ, രാഷ്ട്രീയ നേതാക്കൾ, ബിസിനസ് മേഖലയിലെ പ്രമുഖർ എന്നിവർക്കൊപ്പം മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാർ, ചലച്ചിത്ര താരങ്ങൾ തുടങ്ങിയവരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പുസ്തക പ്രകാശനങ്ങളും സെമിനാറുകളും നടക്കും. ഏപ്രിൽ 8 മുതൽ 23 വരെ കോഴിക്കോട് സരോവരം പാർക്കിന് എതിർവശത്തുള്ള ബിബ്ലിയോ മൈതാനത്തിലെ ഈ മേളയിൽ കേരളത്തിനകത്തും പുറത്തുമുള്ള ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ, നാടൻ കലാരൂപങ്ങൾ, തനതു നാടൻ രുചികൾ എന്നിവയും ഉത്സവത്തെ വസന്തമാക്കും. വാർത്താസമ്മേളനത്തിൽ ഒലിവ് പബ്ലിക്കേഷൻ മാനേജർ അർഷാദ് ബത്തേരി, മാർക്കറ്റിംഗ് മാനേജർ സന്ദീപ്, ലെമൺ മാനേജിംഗ് പാർട്ണർ പ്രദീപ് AS തുടങ്ങിയവർ സംബന്ധിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അന്യസംസ്ഥാനത്ത് നിന്ന് വരുന്ന പാൽ പരിശോധിക്കാനുള്ള സംവിധാനം കേരളത്തിൽ ഇല്ലെന്നും ഇത് പരിഹരിക്കപ്പെടണമെന്നും വനം മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി കെ രാജു. ദേശീയ പുരസ്കാര നിറവിൽ കോഴിക്കോടിന് അഭിമാനമായി നടി സുരഭി ലക്ഷ്മി. അപ്രതീക്ഷിതമായി ലഭിച്ച പുരസ്കാരത്തിന് പിന്നിൽ സ്നേഹം നിറഞ്ഞ കോഴിക്കോട്ടുകാരാണെന്നും സുരഭി. തുറന്നു പറയൂ, വിഷാദമകറ്റൂ എന്ന സന്ദേശമുയർത്തി ലോകാരോഗ്യ ദിനത്തിൽ നഗരത്തിൽ വിവിധ പരിപാടികൾ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം. അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers. Astor Mims, Calicut and Kotikal. We will treat you